ഉത്തരകാശിയിലെ വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം എത്തുന്നത്. മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 4 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നിരവധി പേരെ കാണാതായി, 50-ലധികം പേരെ എന്നാണ് പറയുന്നത്. പക്ഷേ 100-ലധികം പേരെ എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹർസിൽ മേഖലയിലെ ഖീർഗംഗ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. തൽഫലമായി നിരവധി ആളുകളും കെട്ടിടങ്ങളും ഒക്കെ ഒലിച്ചുപോയി എന്നുള്ള സാഹചര്യം കൂടി അവിടെയുണ്ട്. ഭീതിജനകമാണ് ദൃശ്യങ്ങൾ. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ടെലിഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. കേന്ദ്രസേന അടക്കമുള്ള രക്ഷാ ദൗത്യ സംഘങ്ങൾ ഉത്തരകാശിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ, ഐസൻ ജോസ് എന്നിവർ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ആദ്യം ജിഷ്ണു, ഇപ്പോഴും മഴ തുടരുകയാണോ? രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നേരത്തെ മഴ നിന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഉത്തരകാശിയിൽ ഹർസാലിൽ ദരാലി മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതും ഖീർഗംഗ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് മേഘവിസ്ഫോടനം ഉണ്ടാവുകയും അത് മിന്നൽ പ്രളയത്തിന് കാരണമാവുകയും കൂടാതെ പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കൂടി ഉണ്ടായതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുൻപിലുണ്ട്. ധരാലി മേഖലയിൽ ഖീർഗംഗ നദിയിലൂടെയും വലിയ ജലനിരപ്പ് ഉയർന്നുകൊണ്ട് വെള്ളം കുത്തിയൊലിച്ചൊഴുകുകയും കൂടാതെ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൊണ്ട് ധരാലി മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് മുകളിൽ നിന്ന് മണ്ണും കല്ലും വെള്ളവും ഒലിച്ചു വരുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അത് ആ പ്രദേശത്തെ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. നിരവധി വീടുകൾ കൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ, ചെറിയ കടകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേ സംവിധാനങ്ങൾ എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. കാരണം ഉത്തരകാശി എന്നുള്ളതൊരു തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആ പ്രദേശത്ത് വലിയ രീതിയിൽ ആളുകൾ ഉണ്ടായിരുന്നു ഈ അപകടം നടന്ന സമയത്ത്. എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി ഉത്തരാഖണ്ഡിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർന്ന മേഖലയിലുള്ളവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ള അറിയിപ്പുകൾ തുടർച്ചയായി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു അപകടം നടക്കുമ്പോൾ എത്രത്തോളം മരണസംഖ്യ ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നൽകിയിട്ടുള്ളത് ഗർവാൾ മണ്ഡൽ കമ്മീഷണർ വിനയ് ശങ്കറാണ്. അദ്ദേഹവും മരണസംഖ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. പ്രഥമ പരിഗണന നൽകുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ്. അതിനായുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഹർസലിൽ നിന്നുള്ള സൈനിക യൂണിറ്റുകൾ ഇതിനോടകം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ ഉടൻ തന്നെ സ്ഥലത്തെത്തും. ജില്ലാ മജിസ്ട്രേറ്റ് ഈ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് അപകട സ്ഥലത്തെത്തി ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ആരോഗ്യ വകുപ്പിന്റെ ഒരു പ്രത്യേക ടീമിനെ ഈ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി കമ്മീഷണർ വിനയ് ശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാര്യങ്ങൾ വിലയിരുത്തി. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ആവശ്യമായ ഈ രക്ഷാദൗത്യത്തിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംസാരിക്കുകയും രക്ഷാദൗത്യത്തിന് സാധ്യമായ അടിയന്തര സഹായം ഉറപ്പാക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൂടുതൽ സേനാ യൂണിറ്റുകൾ, ദേശീയ ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റുകളും ഉടൻ തന്നെ സ്ഥലത്തേക്കെത്തും. ഉത്തരകാശി എന്ന പ്രദേശം നേരത്തെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുൻപും മേഘവിസ്ഫോടനത്തിനും മിന്നൽ പ്രളയത്തിനുമെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഭൂപ്രദേശമാണ്. ഉയർന്ന മേഖല, ചെരുവുള്ള ഉയർന്ന മേഖല. അതുകൊണ്ട് തന്നെ മുകളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിവേഗത്തിൽ തന്നെ കല്ലും മണ്ണും വെള്ളവും എല്ലാം അതിവേഗത്തിൽ താഴേക്ക് പതിക്കുന്ന മേഖലയാണ്. അവിടങ്ങളിൽ മുൻപും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. അത് വർഷകാലത്തിലും ഒപ്പം മഞ്ഞുകാലത്തിലും. വർഷകാലത്തിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമാണെങ്കിൽ മഞ്ഞുകാലത്തിൽ വലിയ മഞ്ഞുമലകൾ ഇടിഞ്ഞു വീണുകൊണ്ടും അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അവിടെയും ഈ ഒരു സമയത്ത് നിരവധി ആളുകൾ ഈ ധരാലി മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുകളിൽ നിന്ന് ഉരുൾപൊട്ടി ആ വെള്ളവും മണ്ണും ഉൾപ്പെടെയും നിരവധി കെട്ടിടങ്ങൾ തകർത്തുകൊണ്ട് ധരാലി മാർക്കറ്റിലേക്ക് അവശിഷ്ടങ്ങൾ എത്തുകയും ധരാലി മാർക്കറ്റിലെ നിരവധി കെട്ടിടങ്ങൾ ഈ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും തകർന്നിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. 50-നും 100-നും ഇടയിൽ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. രക്ഷാദൗത്യത്തിനിടയിൽ 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയാണ് കാണാൻ ഉള്ളത്. കാരണം അത്രയധികം ആളുകൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ധരാലി മേഖലയിൽ ഉണ്ടായിരുന്നു. ഏതായാലും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ
കൂടുതൽ യൂണിറ്റുകളെ സംഭവ സ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഹർസലിൽ നിന്നുള്ള സൈനിക യൂണിറ്റുകൾ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ് ആണ് സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത്. പരിക്കുകളോടെ രക്ഷപ്പെടുത്തുന്നവരെ അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിൽ കണ്ടെത്തുന്നവരെ, രക്ഷാപ്രവർത്തനത്തിൽ കണ്ടെത്തുന്നവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം ഭയാനകമായ, രക്ഷപ്പെടാൻ സമയം നൽകാത്ത തരത്തിൽ അതിവേഗത്തിലാണ് മുകളിൽ നിന്ന് മലവെള്ളവും ഒപ്പം കല്ലും മണ്ണും ഉൾപ്പെടെ ഉരുൾപൊട്ടിക്കൊണ്ട് താഴേക്ക് വരുന്നത്. ഗീർഗംഗാ നദിയിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഗീർഗംഗാ നദിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ തീരപ്രദേശത്ത് താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പാലിക്കാനും നദിയുടെ തീരത്ത് നിന്ന് മാറി നിൽക്കാനും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പുറത്തുനിന്ന് ഉത്തരാഖണ്ഡിലേക്ക് യാത്ര ചെയ്യുന്നവർ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ പരിശോധിക്കണമെന്നും ഉയർന്ന മേഖലകളിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സമാനമായിട്ടുള്ള അവസ്ഥ മാണ്ഡി, കുളു ഉൾപ്പെടെയുള്ള ഹിമാചൽ പ്രദേശിന്റെ മേഖലകളിലുമുണ്ട്. അവിടെ മാണ്ഡിയിൽ വലിയ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട്. അവിടെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നുള്ളത് വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കൂടാതെ തീർത്ഥാടന കേന്ദ്രങ്ങളുമുള്ള മേഖലയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും എത്താറുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഉയർന്ന മേഖലകളിലൂടെ ഒരു കാരണവശാലും നിലവിൽ യാത്ര ചെയ്യരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധരാലി മേഖലയിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. 4ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും സംയുക്തമായാണ് രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത്. ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, പേടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ധരാലിയാണ്. ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. നിരവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒക്കെ ജിഷ്ണു റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേർ അവിടെ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ കണക്കുകൾ ഒരു പക്ഷേ പൊടുന്നനെ നമുക്ക് ലഭ്യമായിക്കൊള്ളണമെന്നുമില്ല. 4 മരണം ഔദ്യോഗികമായി ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷേ നിരവധി പേർ ഇതിനിടയിലേക്ക് ഒലിച്ചു പോകാനും അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കാനുമുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അത് അധികൃതർ ആവർത്തിക്കുന്നുമുണ്ട്. തീർച്ചയായും ഭയാനകം തന്നെയാണ്. ഏറ്റവും പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളോട് കൂടി വന്ന ഈ വാർത്ത. എന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വേണം. ഇനി ധരാലി എന്ന പ്രദേശവും. ഐസൻ, ഈ ധരാലി എന്ന പ്രദേശത്തിന്റെ ചെങ്കുത്തായ മലനിരകളുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ചെങ്കുത്തായ മലനിരകളും ആ മലകൾ ഓരോ വളരെ കൃത്യമായ ഒരു കുത്തനെയുള്ള ഇറക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ഇത്തരത്തിൽ വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ വെള്ളവും ചെളിയും ഇരച്ചെത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വൻതോതിൽ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ ഒലിച്ചു പോവുകയും തകർന്നു പോവുകയും ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗീർ നദിയിൽ നിന്നുള്ള അതിന്റെ ഗതി മാറി ഒഴുകിയത് രീതിയിലുള്ള, അതായത് ഗീർ നദി ഒഴുകുന്നതിനപ്പുറത്തേക്ക് തന്നെ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ മണ്ണിടിച്ചിലുണ്ടാവുകയും ഇത് താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് തന്നെ വലിയ തോതിൽ കെട്ടിടങ്ങൾ തകർന്നു പോവുകയും ആ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടന്നവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാവുകയും അവരുടെ മറ്റു പ്രശ്നങ്ങൾ, അതായത് അവരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും അത്തരത്തിലുള്ള ദുരന്തത്തിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ആ നിമിഷം തന്നെ രക്ഷാപ്രവർത്തനം ആ പ്രദേശത്ത് ഉണ്ടെങ്കിലും നടത്തുക പ്രായോഗികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വലിയ തോതിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ മണ്ണും ചെളിയുമെല്ലാം തന്നെ അതിശക്തമായി ഒഴുകി വരികയും ചെയ്യുമ്പോൾ ഈ ദുരന്തമുണ്ടായ മേഖലയിലേക്ക് എത്തിപ്പെടുന്നതിന് പോലും രക്ഷാപ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ ഒരു സാഹചര്യമെല്ലാം തന്നെ മരണസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ നിന്നും സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധരാലി മേഖലയിൽ ഇത്തരത്തിൽ വൻതോതിലുള്ളൊരു മണ്ണിടിച്ചിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആർമിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ എല്ലാം തന്നെ തുടർന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ളൊരു മഴ, അതിശക്തമായ വലിയ തോതിലുള്ള മഴ വലിയ അളവിൽ പെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആഘാതം ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ പലയിടങ്ങളിലേക്കും പല തരത്തിൽ വന്നിട്ടുണ്ടാകാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പല റോഡുകളും ഒഴുകിപ്പോയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ റോഡുകൾ ഒഴുകി പോകുമ്പോഴെല്ലാം തന്നെ ഈ സ്വാഭാവികമായ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സാഹചര്യം പോലെ അല്ലെങ്കിൽ ഈ മേഘാവൃതമായി കിടക്കുന്ന ആകാശമൊക്കെ ഉണ്ടാകുമ്പോൾ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതും അത് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തകരെ ദുരന്തത്തിന്റെ എല്ലാ മുഖങ്ങളിലേക്കും എത്തിക്കുക എന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. നിലവിൽ പലയിടങ്ങളിലും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും പല സ്ഥലങ്ങളിലേക്കും കൃത്യമായി ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. അത്തരത്തിൽ എത്തുന്നതോടുകൂടി മാത്രമേ ആളുകളെ രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതിനും സാധ്യമാകുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വലിയ തോതിലുള്ള പ്രളയം ഇപ്പോൾ അല്ലെങ്കിൽ വലിയ തോതിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു സാഹചര്യത്തിന് നേരിയ ശമനം വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ആ പ്രദേശത്തേക്ക് എത്തിപ്പെടുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമായി നിലനിൽക്കുന്നത്. രക്ഷാപ്രവർത്തകരെ അടിയന്തരമായി ആ മേഖലയിലേക്ക് എത്തിക്കുകയും ആവശ്യമെങ്കിൽ അടിയന്തരമായി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി മേഖലയിൽ സജ്ജീകരിക്കുകയും വേണം. ഇതിനെല്ലാം തന്നെ പ്രതിസന്ധിയായി മാറുക ഈ മണ്ണിടിച്ചിലും മഴയും അതുപോലെ തന്നെ അനുബന്ധ കാലാവസ്ഥാ ദുരന്തങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് വേണം ഈ പ്രശ്നത്തെ കൃത്യമായി അല്ലെങ്കിൽ ഈ മിന്നൽ പ്രളയത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നതുകൊണ്ട് തന്നെ സമയമെടുക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് മുഴുവൻ മെഷീനറിയും ആ സംവിധാനങ്ങളോടൊപ്പം കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ 16-അംഗ സംഘം ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. ഇനി ഈ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് ഐസൻ സൂചിപ്പിച്ച പോലെ തന്നെ എത്തുക എന്നത് ദുഷ്കരമായ കാര്യം തന്നെയാണ്. അതിനായുള്ള ശ്രമത്തിലാണ് രക്ഷാദൗത്യങ്ങളൊക്കെയും. എന്തായാലും ITBPയുടെ 12ാമത് ബറ്റാലിയൻ ഉത്തരാഖണ്ഡിലെ മാൾട്ടയിൽ നിന്ന് ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. നാശനഷ്ടങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നതെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു കഴിഞ്ഞു. തീർച്ചയായും ആശങ്കയുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കും. ജില്ലാ ഭരണകൂടവും വിവിധ ദുരന്ത നിവാരണ സേനകളും സൈന്യവും സഹകരിച്ചാണ് അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന ദേശീയ ദുരന്ത നിവാരണ സേനയും കരസേനയും ഒക്കെ ഉടനടി സ്ഥലത്തെത്തിക്കഴിഞ്ഞു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാനത്തുള്ള സ്പെഷ്യലൈസ്ഡ് ഉപകരണങ്ങൾ പ്രളയമുണ്ടായ സ്ഥലത്തേക്ക് അയച്ചതായും മുഖ്യമന്ത്രി പറയുകയുണ്ട്. എന്തായാലും എല്ലാ സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് തന്നെയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിക്കുന്നതും. ജിഷ്ണു, ഈ നമുക്കറിയാം ഈ ദൃശ്യങ്ങൾ പോലും അസ്വസ്ഥപ്പെടുത്തുന്നതും ഭയാനകവും ഭീതിജനകവും ഒക്കെയാണ്. ഇവിടേക്ക് എത്തിച്ചേരുക എന്നത് ഏറെ ദുഷ്കരമാണ് എന്നതിൽ തർക്കവുമില്ല. അൻപതിലേറെ പേരെ കാണാതായി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ സ്ഥിരീകരിക്കാത്ത കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 100-ലധികം പേരെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ധരാളി ഗ്രാമം എന്ന് പറയുന്ന നിരവധി വിനോദസഞ്ചാരികൾ വരികയും തിങ്ങിപ്പാർക്കുകയും ചെയ്യുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. പെട്ടെന്നുള്ള അപകടമായതിനാൽ തന്നെ ദുരന്തമായതിനാൽ തന്നെ എത്രത്തോളം പേർ അവിടെ ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ ഉടനടി ലഭ്യമാക്കാൻ തീർച്ചയായും കഴിയുകയുമില്ല. ജിഷ്ണു, ഇവിടേക്ക് ഈ സേനകൾ രക്ഷാദൗത്യ സംഘങ്ങൾ ഒക്കെ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, പ്രദേശത്തുണ്ട്. പക്ഷേ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുക തീർത്തും ദുഷ്കരം. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതും നടക്കുന്നതും? നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സൈന്യവും ആദ്യം എത്തിയിട്ടുള്ള യൂണിറ്റുകൾ അവിടെ രക്ഷാദൗത്യം നടത്തുകയാണ്. രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ, മറ്റൊന്ന് ഈ ഉയർന്ന ചെരിഞ്ഞ മേഖലകളിൽ നിന്ന് മണ്ണും ഉരുൾപൊട്ടിയുമാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അങ്ങോട്ടേക്ക് എത്താനുള്ള പ്രയാസം, പ്രതികൂല കാലാവസ്ഥ, ഇതെല്ലാം തന്നെ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാണ്. എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹർസാലിൽ നിന്നുള്ള സൈനിക യൂണിറ്റുകളും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും കൂടുതൽ യൂണിറ്റുകളെ അങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അവരും ഉടൻ തന്നെ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകും. നിലവിൽ ഉത്തരാഖണ്ഡിന്റെ ഡെറാഡൂൺ തലസ്ഥാനത്ത് സംസ്ഥാന ദുരന്ത നിവാരണ പ്രവർത്തന കേന്ദ്രത്തിൽ പ്രത്യേക സംവിധാനം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒപ്പം നിലവിലെ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നതിനുമായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒപ്പം ഗർവാൾ ഡിവിഷൻ കമ്മീഷണറുമാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അവിടെ നിന്നുകൊണ്ടായിരിക്കും ഈ രക്ഷാദൗത്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഏകോപനം ഏതെല്ലാം യൂണിറ്റുകളൊപ്പം വിവിധ തരത്തിൽ ഈ രക്ഷപ്പെടുത്തുന്ന ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നത്. കൂടാതെ
മുൻപോട്ടും അടുത്ത മണിക്കൂറുകളിലും കനത്ത മഴ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും അപകടങ്ങൾക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. ഉത്തരകാശിയിൽ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ, ഉയർന്ന പ്രദേശങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയുണ്ട്. ഇക്കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായിരിക്കും ഡെറാഡൂണിലെ ഈ കൺട്രോൾ റൂമിൽ നിന്ന് അതിനുവേണ്ട കാര്യങ്ങളായിരിക്കും ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഗർവാൾ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വലിയ രീതിയിൽ വൻ നാശനഷ്ടമാണ് ആ പ്രദേശത്തുണ്ടായത് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉൾപ്പെടെ അക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വൻ നാശനഷ്ടമാണ് ധരാലി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കണക്കുകൾ, ഒപ്പം എത്രത്തോളം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നതാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ എടുത്തു പറഞ്ഞതുപോലെ ഉത്തരകാശി എന്നുള്ളത് ഒരു തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഉയർന്ന മേഖലകളിലേക്ക് പോകുന്ന ഒരു ബേസ് ക്യാമ്പ് പോലെ ഉത്തരകാശി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അത്തരം കെട്ടിടങ്ങളും വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു, ഉത്തരാഖണ്ഡിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സഞ്ചരിക്കുന്ന മേഖലയാണ്, ആരൊക്കെയാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത് എന്നതെല്ലാം സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പും ഈ ഡെറാഡൂണിലെ കൺട്രോൾ റൂമിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രഥമ പരിഗണന നൽകുന്നത് അവിടെ സ്പോട്ടിലെ രക്ഷാദൗത്യത്തിനും ഒപ്പം പരമാവധി ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തുക എന്ന രക്ഷാപ്രവർത്തനത്തിനുമാണ്. അതിന്റെ ഭാഗമായാണ് കൂടുതൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സൈന്യത്തിന്റെയും യൂണിറ്റുകൾ പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുള്ളത്. ഈ നിലവിൽ രക്ഷാദൗത്യം നടക്കുമ്പോൾ തന്നെ മഴ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികൂലമായ കാലാവസ്ഥയും ആ ഭൂപ്രദേശത്തിന്റെ ദുഷ്കരമായിട്ടുള്ള അവസ്ഥയും മറികടന്നുകൊണ്ടാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. 20 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്നാലും ഐസൺ, ഈ തുടർച്ചയായി കനത്ത മഴ നിന്നിരുന്ന പ്രദേശമാണ് അവിടം. ഈ ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെ പൂർണ്ണമായും ഒലിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. പ്രാഥമിക നിഗമനവും അപ്രകാരം തന്നെയായിരുന്നു. ഈ ദൃശ്യങ്ങൾക്ക് മുൻപായി വന്നതും പൂർണ്ണമായും ഇവ തകർന്നുപോയി എന്ന രീതിയിൽ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്കത് വ്യക്തവുമാണ്. ഈ ഇവിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിയിരിക്കുമോ? നേരത്തെ അറിയിപ്പുകൾ വല്ലതും ഉണ്ടായിരുന്നതായി അറിയാമോ? ദ്വീപുകളിൽ, അതായത് പർവ്വത മേഖലകളിലേക്ക് റെഡ് അലർട്ട് ഉണ്ടാകുമ്പോൾ സഞ്ചരിക്കരുത് എന്നത് ഒരു പ്രാഥമികമായ നിർദ്ദേശമാണ്. പർവ്വത മേഖലകളിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെങ്കുത്തായ മേഖലകളിലെല്ലാം തന്നെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൃത്യമായി ലഭിക്കാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ മേഖലകളിലെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്, വിനോദസഞ്ചാര അതുപോലെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായതിനാൽ തന്നെ ആ മേഖലയിൽ നിരവധി പേർ താമസിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിരവധിയായ ജീവനക്കാരും സ്വാഭാവികമായും അത്തരത്തിൽ നിരവധി മനുഷ്യരും അവിടെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിഞ്ഞു പോവുക എന്നത് ഉടൻ പ്രായോഗികമായ ഒരു സാധ്യതയല്ല. മാത്രമല്ല, ഈ ക്ലൗഡ് ബസ്റ്റ് അല്ലെങ്കിൽ വൻതോതിൽ പെരുമഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഏറെ മുൻകൂട്ടി കാണാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് മുൻകൂട്ടി അറിയാം പെരുമഴ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ വൻതോതിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുമെങ്കിൽ കൂടി ഇത്തരത്തിൽ വൻതോതിൽ ഒരു ക്ലൗഡ് ബസ്റ്റിലേക്ക് നീങ്ങുന്നതും പെട്ടെന്നൊരു ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന പ്രദേശമൊന്നും തിരിച്ചറിയുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു വലിയ മേഘവിസ്ഫോടനവും അതേ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും വൻതോതിൽ മണ്ണിടിച്ചിൽ പോലും ഉണ്ടായതാണ് ഈ അപകടം ഏറെ ഗൗരവതരമായി മാറിയത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വൻതോതിൽ പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മലമുകളിലൊക്കെ ശക്തമായ മഴവെള്ളം മഴപ്പെയ്ത്തും ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ നദികളിലൊക്കെ ജലനിരപ്പ് വൻതോതിൽ ഉയരുന്നു എന്നതിനപ്പുറം ഉരുൾപൊട്ടുന്ന സാധ്യതയിലേക്ക് എത്തുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഈ ക്ലൗഡ് ബസ്റ്റ് ഒരു അപകട സാധ്യതയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ഈ അപകട സാധ്യതയിലേക്ക് പോവുകയും വലിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യം, മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പുഷ്കർ സിംഗ് ധാമി അല്പസമയം മുമ്പ് തന്നെ പറയുകയും ചെയ്തു. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി നേരത്തെ വിവിധ പോലീസ് സേനകളെല്ലാം തന്നെ അതിന് സൂചിപ്പിച്ചതുപോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെയും അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒരു വിഭാഗത്തിന്റെയും എല്ലാം തന്നെ സജീവ സാന്നിധ്യം മേഖലയിലുണ്ട്. മാത്രമല്ല, ഈ മേഖലയിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരാവശ്യമുണ്ട്. അതായത് മൗണ്ടനിയറിംഗ്, ഈ മല കയറിയുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ വെള്ളം ശക്തമായി ഒലിച്ചു വന്ന മേഖലകളിൽ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തേണ്ട മേഖലകളുണ്ട്. അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ മേഖലകളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം, ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി ഒരു സമഗ്രമായ രക്ഷാദൗത്യം തന്നെ അവിടെ നടക്കേണ്ടതുണ്ട്. അത് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. അത്തരത്തിലുള്ള പല യൂണിറ്റുകളും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഉപകരണങ്ങളുള്ള യൂണിറ്റുകൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിയുള്ള നിരീക്ഷണങ്ങളും അതിന് പിന്നാലെയുള്ള രക്ഷാദൌത്യത്തിന്റെ പ്ലാനിങ്ങും രക്ഷാപ്രവർത്തനത്തിന്റെ പ്ലാനിങ്ങും നടത്തേണ്ടതുണ്ട്. അടിയന്തരമായി ആ മേഖലയിലേക്ക് കാര്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ സർക്കാർ നിരീക്ഷിച്ചിരിക്കുന്നതും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ വൻതോതിൽ ഒരു മഴയുണ്ടാവുകയും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി ഈ രക്ഷാപ്രവർത്തകരെ മേഖലയിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടും. അത് ഹെലികോപ്റ്റർ മാർഗം എത്തിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അതിജീവിച്ച് വേണം ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്താൻ എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ചിലരെയൊക്കെ രക്ഷപ്പെടുത്തി, ചില വീടുകളിൽ തകർന്ന വീടുകളിൽ നിന്നെല്ലാം തന്നെ ചിലരെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ തകർച്ചയിലാകാറായ വീടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ മലവെള്ളപ്പാച്ചിലിന്റെ ഒരു ശക്തി മനസ്സിലാക്കുമ്പോൾ അത് വലിയൊരു മലവെള്ളപ്പാച്ചിലും അത് വലിയ തോതിലുള്ള ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഗംഗോത്രി ധാമിലേക്കുള്ള റോഡുകളൊക്കെ പാടെ തകർന്ന നിലയിൽ തന്നെയാണ്. എന്തായാലും കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് മാത്രമല്ല റോഡുകൾ ഇല്ലാത്തതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ധാരാളി ഗ്രാമമാണ് ഏറ്റവും കൂടുതൽ ഈ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും നാശം സംഭവിച്ചിട്ടുള്ളത്. ഇതിന് 4 കിലോമീറ്റർ അകലെ ഹർസിലിൽ സൈന്യത്തിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള സേനാ അംഗങ്ങൾ ഉടനടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ 20 പേരോളം, അല്ലെങ്കിൽ ഈ സംഖ്യ ഇനിയും കൂടും, നിരവധി പേരെ രക്ഷപ്പെടുത്തി എന്നാണ് വിവരം. എന്തായാലും നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി. ആ ദൃശ്യങ്ങൾ ആവർത്തിച്ച് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ജിഷ്ണു, ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന്? അനു, ഈ അപകടത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചുപോയിട്ടുണ്ട്. അതായത് ഹോം സ്റ്റേകളും റിസോർട്ടുകളും വീടുകളും കടകളും ഉൾപ്പെടെയുള്ളവയാണ് ധരാലി മേഖലയിൽ നിന്ന് ഈ വെള്ളപ്പൊക്കത്തിൽ താഴേക്ക് പോയിട്ടുള്ളത്. അതിൽ ചില കണക്കുകൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 20-ലധികം ഹോട്ടലുകൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നിരവധി വീടുകളും ഈ പ്രദേശത്തുണ്ടായിരുന്ന കടകളും തകർന്നിട്ടുണ്ട്, അത് താഴേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾ ഈ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഒപ്പം സൈന്യം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ധരാലിയുടെ സമീപ പ്രദേശത്ത് നിന്ന് തകർന്ന വീടുകളിൽ നിന്നായി 20 പേരെ രക്ഷപ്പെടുത്തി എന്ന വാർത്ത ഇപ്പോൾ സൈന്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ പരിക്കേറ്റവരെ ഹർസിലെ ആർമി മെഡിക്കൽ സെന്ററിലേക്കാണ് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുള്ളത്. അതായത് ഈ മണ്ണിടിഞ്ഞു വീണ് അപകടമുണ്ടായിട്ടുള്ള ധരാലി പ്രദേശത്ത് നിന്ന് തകർന്ന വീടുകളിൽ നിന്നാണ് 20 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. പരിക്കേറ്റവരെ ഹർസിലെ ആർമി സെന്ററിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും കേന്ദ്ര സേനകളുടെ കൂടുതൽ സേനാ യൂണിറ്റുകൾ ഈ അപകട സ്ഥലത്ത് രക്ഷാദൌത്യത്തിനായി ആവശ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യോമസേനയുടെ ഉൾപ്പെടെയും സഹായം ലഭ്യമാക്കിക്കൊണ്ട് രക്ഷാദൌത്യം അതിവേഗത്തിൽ നടത്താനുള്ള ഒരു നീക്കം നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്നത് ഒന്ന് പ്രതികൂല കാലാവസ്ഥയാണ്. അത്തരം പ്രതികൂല കാലാവസ്ഥയിൽ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ എത്തുന്നതിനും അവിടെ ദൗത്യ സംഘത്തെ ഇറക്കുന്നതിനും വലിയ പരിമിതികളുണ്ട്. അക്കാര്യം പരിശോധിച്ചുകൊണ്ട് വ്യോമസേനയുടെ കൂടി സഹായം ലഭ്യമാക്കിക്കൊണ്ട് അവിടെ രക്ഷാദൌത്യം കൂടുതൽ ഊർജിതമാക്കി മുൻപോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഏകോപനം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെയാണ് നിർവഹിക്കുന്നത്. ഏതായാലും വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. 20-ലധികം ഹോട്ടലുകൾ, കൂടാതെ ഹോം സ്റ്റേകൾ, കടകൾ, പ്രദേശവാസികളായ ആളുകളുടെ വീടുകൾ, ഇവയെല്ലാമാണ് ധരാലി മേഖലയിൽ ഈ മിന്നൽ പ്രളയത്തിൽ തകർന്ന ഈ ചെങ്കുത്തായ മലനിരകളിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടുള്ളത്. അതിൽ വൻ നാശനഷ്ടം പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹർസ് മേഖലയിൽ നിന്നുള്ള ഹർസിലെ സൈനിക ക്യാമ്പിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സേനാ യൂണിറ്റുകളാണ് ആദ്യം രക്ഷാദൌത്യത്തിനായി എത്തിയിട്ടുള്ളത്. എന്തായാലും ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ അദ്ദേഹവും നേരിട്ട് ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ അവിടെ ആദ്യമായിട്ട് രക്ഷാപ്രവർത്തനത്തിന് എത്തിയതും സൈന്യമാണ്. എന്തായാലും കൂടുതൽ സേന ഇവിടേക്ക് എത്തുന്നുമുണ്ട്.